ഹലോ, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് സെറ്റ് എന്നും സെറ്റുകളുടെ ടൈപ്പ്, പിന്നെ സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം എന്നത് ഒരു സെറ്റിൻ്റെ അല്ലെങ്കിൽ പല സെറ്റുകളുടെ റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അവർ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെക്റ്റാങ്കിൾ ഡയഗ്രത്തിൽ കാണിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പഠിച്ചു. പല സെറ്റുകളുടെയും സൂപ്പർ സെറ്റായിട്ട് എഴുതാൻ പറ്റുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റെക്റ്റാങ്കിൾ രൂപത്തിൽ എഴുതുന്നത്. ഇനി സർക്കിൾ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് എഴുതുന്നത് എന്താണ്? സെറ്റുകളാണ്. ആ യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരുന്ന സെറ്റുകളെയാണ് അങ്ങനെ എഴുതുന്നത്. ഇനി നമ്മൾ അതിനകത്ത് വരുന്ന എലമെൻറ്റ്, സെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും എന്ത് കാണും? എലമെൻറ്റ് കാണും. ആ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഡോട്ടുകളാണ്, അല്ലെങ്കിൽ എന്താണ്? പോയിന്റുകളാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് ജോൺ വെൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലൊജീഷ്യൻ്റെ പേരിനോടൊപ്പമാണ് വെൻ ഡയഗ്രം എന്ന് നമ്മൾ ചേർത്ത് വായിക്കുന്നത്. വെൻ ഡയഗ്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ആണ്. ദീസ് ഡയഗ്രംസ് കൺസിസ്റ്റ് ഓഫ് റെക്റ്റാങ്കിൾസ്, ക്ലോസ്ഡ് കർവ്സ്, യൂഷ്വലി സർക്കിൾസ്. ക്ലോസ്ഡ് കർവുകൾ, റെക്റ്റാങ്കിള്. ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ സർക്കിളിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പം എലിപ്സ് ഒരു ക്ലോസ്ഡ് കർവാണ്. അങ്ങനെ പലതരത്തിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ റെക്റ്റാങ്കുലർ റീജിയൻ ഉപയോഗിക്കുന്നു. അതുപോലെ സർക്കിള് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ജോമെട്രിക് ഫിഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആ യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരുന്ന സബ്സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് ആ സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാലോ? നമുക്ക് തന്നിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര 10 ആണ്. അതായത് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ഒരു തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റാണ് 1 2 3 ആണ് അതിലെ എലമെൻറ്റ്സ്. ഇത്രയും ഡേറ്റ വെച്ചിട്ട് നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ വരയ്ക്കണം. ഞാൻ കണ്ടേ അതുപോലെ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിൾ എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സർക്കിൾ ആ എ എന്ന് പറയുന്ന സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെ എലമെൻറ്റുകൾ എഴുതേണ്ടതായിട്ടുണ്ട്. ചില സമയത്ത് എലമെൻറ്റുകൾ എഴുതും, ചില സമയത്ത് എലമെൻറ്റുകൾ എഴുതത്തില്ല. ഈ കേസിൽ എലമെൻറ്റുകൾ എഴുതിയാലേ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആവത്തുള്ളൂ. അപ്പോൾ എലമെൻറ്റുകൾ എഴുതുന്നതിന് വേണ്ടി നമ്മൾ എലമെൻറ്റ് ഏതാക്കുന്നു എന്ന് നോക്കി 3 എലമെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഇത്രയും എലമെൻറ്റുകൾ നമ്മൾ ഡോട്ട് ഇട്ട് അല്ലെങ്കിൽ പോയിന്റ് ഇട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1 2 3 എന്നിങ്ങനെ 3 പോയിന്റ് കൊടുത്ത് 3 എലമെൻറ്റ് കൊടുത്തു. അപ്പോൾ ആ 3 എലമെൻറ്റ് ഓൾറെഡി എയ്ക്കകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 2 3 കഴിഞ്ഞ് 4 മുതൽ 10 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. അത്രയും എലമെൻറ്റ്സ് നമ്മൾ ഈ സർക്കിളിന് വെളിയിലായിട്ട് കൊടുത്ത് 4 5 6 7 8 9 10 എന്നിങ്ങനെ എലമെൻസുകൾ കൊടുത്തു, പോയിന്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ, ഇതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വെൻ ഡയഗ്രം പൂർത്തിയാവുന്നത്. ഇതാണ് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പോൾ നമ്മുടെ വെൻ ഡയഗ്രം ആയി. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പോൾ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെൻ ഡയഗ്രം. അതിനകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ വെച്ചിട്ടും
ക്ലോസ്ഡ് ഫിഗർ അല്ലെങ്കിൽ സർക്കിൾ വെച്ചിട്ട് സൂചിപ്പിക്കുന്നത് സെറ്റിനെയാണ് അല്ലെങ്കിൽ സബ്സെറ്റുകളെയാണ്. ഇനി ആ സബ്സെറ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റുകളെ കാണിക്കുന്നതിന് ഡോട്ട് അല്ലെങ്കിൽ പോയിന്റുകൾ ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിത് വെച്ചിട്ട് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കിക്കേ. ഡ്രോ ദ വെൻ ഡയഗ്രാംസ് ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് എമംഗ് ദ സെറ്റ്സ് ഇ എം യു. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, സെറ്റുകളുടെ പേര് ഓൾറെഡി തന്നിട്ടുണ്ട്, ഇ എം യു. വേർ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ഇംഗ്ലീഷ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളുടെ സെറ്റാണ് ഇ. എം എന്ന് പറയുന്നത് എന്താണ്? എം ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ് ഇൻ ദ സെയിം സ്കൂൾ. ഇപ്പോൾ ഇതേ സ്കൂളിൽ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണ് എം എന്ന് പറയുന്ന സെറ്റ്. യു എന്തിനെ കാണിക്കും? യു ഇസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ. അപ്പോൾ ആ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടെ സെറ്റാണ് യു എന്ന് പറയുന്നത്. യു എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടെ സെറ്റാണ്. ആ സ്കൂളിൽ മാത്സ് പഠിക്കുന്നവർ പ്രത്യേകം, ഇംഗ്ലീഷ് പഠിക്കുന്നവർ പ്രത്യേകം തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടെ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് യൂണിവേഴ്സൽ സെറ്റായിരിക്കും. യൂണിവേഴ്സൽ സെറ്റായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും പിടികിട്ടി. ഇനി എൻ്റെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഓൾ ദ സ്റ്റുഡൻസ് ഹു സ്റ്റഡി മാത്തമാറ്റിക്സ് ഓൾസോ സ്റ്റഡി ഇംഗ്ലീഷ്. ഓൾ ദ സ്റ്റുഡൻസ് ഹു സ്റ്റഡി മാത്തമാറ്റിക്സ്. മാത്സ് പഠിക്കുന്ന എല്ലാവരും തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. മാത്സ് പഠിക്കുന്ന എല്ലാവരും തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, മാത്സ് എന്ന് പറയുന്നത് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാമല്ലോ. മാത്സ് പഠിക്കുന്നവരെല്ലാവരും തന്നെ എവിടെയുണ്ട്? ഇംഗ്ലീഷിലും ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രോപ്പർ സബ്സെറ്റിൻ്റെ ചിഹ്നം കൊടുത്തേക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് പറയുന്നത്? ബട്ട് സം സ്റ്റുഡൻസ് ഹു സ്റ്റഡി ഇംഗ്ലീഷ് ഡു നോട്ട് സ്റ്റഡി മാത്തമാറ്റിക്സ്. ഇംഗ്ലീഷ് പഠിക്കുന്ന കുറച്ച് പേര് മാത്സ് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രോപ്പർ സബ്സെറ്റ് കൊടുത്തത്. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് മാത്സും ഇംഗ്ലീഷും എവിടെ വരും? യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദ്യത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കാം. വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ആദ്യം കിടക്കുന്ന ആളെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സെറ്റ് വരയ്ക്കണം. അതായത് മാത്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സെറ്റ് വരയ്ക്കുന്നു, ചെറിയൊരു സർക്കിൾ. അതിനുശേഷം അതിനെ കവർ ചെയ്യുന്ന ഒരു വലിയൊരു സർക്കിൾ വരയ്ക്കുന്നു. അതാരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അത് ഇംഗ്ലീഷിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെ രണ്ടുപേരെയും കവർ ചെയ്യുന്ന കണക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതാണ് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കിടക്കുന്ന സർക്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? മാത്സിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് കിടക്കുന്ന സർക്കിൾ ഇംഗ്ലീഷിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത് കിടക്കുന്ന റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാത്സിൽ ഉള്ള എല്ലാവരും തന്നെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്. കാരണം ഇംഗ്ലീഷിനകത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുറച്ച് പേര്, ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഇംഗ്ലീഷ് പഠിക്കുന്ന കുറച്ച് പേര് എവിടെ വരുന്നില്ല? മാത്സിനകത്ത് വരുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത്രയും പാർട്ടിൽ വരുന്ന ആളുകൾ എവിടെ വരുന്നില്ല? മാത്സിനകത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ രണ്ടുപേരെയും കവർ ചെയ്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സെറ്റ് വരച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം ഇവിടെ ചെയ്തത് ഓരോ സെറ്റുകളും ആരൊക്കെയാണെന്ന് എടുത്തെഴുതി. അതിനുശേഷം അത് തമ്മിൽ കാണിക്കുന്ന റിലേഷൻഷിപ്പ് നമുക്കറിയാവുന്ന രീതിയിൽ എഴുതി വെച്ചു. എം സബ്സെറ്റ് ഓഫ് ഇ സബ്സെറ്റ് ഓഫ് യു, അല്ലെങ്കിൽ ഇത് വായിക്കാം എം പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇ ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് യു. ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം പറയുന്നത് നോട്ട് ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് മാത്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും മാത്സ് പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസും മാത്സ് പഠിക്കുന്നില്ല. എന്നാൽ എന്താണ് പറയുന്നത്? എവരി സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സ്റ്റഡീസ് മാത്തമാറ്റിക്സ്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? മാത്സ് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും തന്നെ മാത്സ് പഠിക്കുന്നുണ്ട്. മാത്സ് എല്ലാവരും പഠിക്കുന്നുണ്ടോ? മാത്സ് എല്ലാവരും പഠിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിവേഴ്സൽ സെറ്റ് എന്ത് വരും? യു വരും. ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആദ്യം ഏത് സെറ്റ് എഴുതും? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യം കിടക്കുന്ന സെറ്റ് എഴുതണം. ഇംഗ്ലീഷിൻ്റെ സെറ്റ് എഴുതിയേ.
ഇനി എന്ത് നമുക്ക് എഴുതാം? ഇനി നമുക്ക് അടുത്ത മാത്സിൻ്റെ സെറ്റ് എഴുതാം. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നവരെല്ലാവരും തന്നെ മാത്സ് പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും തന്നെ മാത്സ് പഠിക്കുന്നുണ്ട്. ഇനി ഇവരെ രണ്ടുപേരെയും കൂടെ കവർ ചെയ്ത് എന്തെഴുതണം? റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതായത് യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ആദ്യം വരച്ചതാണ് ഇംഗ്ലീഷിൻ്റെ സെറ്റ്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും മാത്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ മാത്സിൻ്റെ അകത്ത് ഇംഗ്ലീഷ് വന്നു, പുറമേ മാത്സ് ഉണ്ട്. മാത്സ് പഠിക്കുന്ന എല്ലാവരും തന്നെ എല്ലാ സബ്ജക്റ്റും എല്ലാ കുട്ടികളും മാത്സ് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിനകത്ത് ആദ്യത്തെ സെൻറ്റൻസ് കണ്ടത്, നോട്ട് ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി മാത്തമാറ്റിക്സ്. മാത്സ് പഠിക്കുന്ന എല്ലാവരും വരുന്നത് ഈ സെറ്റിനകത്താണ്. ഇതിന് പുറത്തോട്ടുള്ളവർ മാത്സ് പഠിക്കുന്നില്ല, പക്ഷെ അവരെന്ത് വരും? ഈ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് അത് യൂണിവേഴ്സൽ സെറ്റ് കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് ഓരോ സെറ്റുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയൊരു ചോദ്യമായിരുന്നു. നിങ്ങൾക്കിത് ടോപ്പിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നൊരു എക്സാമ്പിളാണ്. നിങ്ങൾ ഈ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് പോകാം. യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റ്, സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പലതരത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ യൂണിയൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പം പല തൊഴിലാളി കൂട്ടായ്മകളെ നമ്മൾ യൂണിയൻ എന്ന് പറയും, ശരിയല്ലേ? അപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്, കൂട്ടമാണ് യൂണിയൻ. ഇനി എന്താണ് നമ്മുടെ യൂണിയൻ എന്ന് നോക്കാം. നമ്മുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം. എ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. സെറ്റിലെ അംഗങ്ങളാണ് എയും ബിയും. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റുണ്ട്. ആ സെറ്റിലെ അംഗങ്ങളാണ് എയും ബിയും സിയും ഡിയും. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന ഓപ്പറേഷൻ കൊണ്ട്, സെറ്റിലെ ഓപ്പറേഷനാണ് എ യൂണിയൻ ബി. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഓപ്പറേഷനാണ് എ യൂണിയൻ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എയിലെ എല്ലാ അംഗങ്ങളും വരും, ബിയിലെയും എല്ലാ അംഗങ്ങളും വരും. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എയിലെ ആദ്യത്തെ രണ്ട് എലമെൻറ്റ് എയും ബിയും എടുത്തെഴുതി. ബിയിലും എയും ബിയും പിന്നെ സിയും ഡിയും ഉണ്ട്. അപ്പം ഞാൻ ഈ എ യൂണിയൻ ബി എഴുതുമ്പോൾ വീണ്ടും എ ബി എഴുതണോ? വേണ്ട, പിന്നീടുള്ള സിയും ഡി എഴുതിയാൽ മതി. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റുകൾ എടുത്തു. ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന എലമെൻറ്റുകൾ എടുത്തു. ഇവർ രണ്ടുപേരുടെയും കൂടെ എലമെൻറ്റുകളെ യൂണിയനാക്കി എഴുതിയതാണ് ഈ സെറ്റ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ യൂണിയൻ ബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ യൂണിയൻ ബിയിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒന്നുകിൽ എവിടെ കാണും? എയിൽ കാണും, അല്ലെങ്കിൽ എവിടെ കാണും? ബിയിൽ കാണും എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇവിടെ നോക്കിക്കേ, ഞാൻ എ യൂണിയൻ ബിയിൽ റാൻഡം ആയിട്ട് ഒരു എലമെൻ്റ് എടുത്തു, സി എന്ന് പറയുന്നത് എയിലുണ്ടോ? എയിലില്ല, പക്ഷേ എവിടെ ഉണ്ട്? ബിയിലുണ്ട്. ഇനി നോക്കിക്കേ, എ യൂണിയൻ ബിയിൽ ഒരു എലമെൻ്റ് എടുത്തു, എ എന്ന് പറയുന്നത് എയിലുണ്ടോ? എയിലുണ്ട്. ബിയിലുണ്ടോ? ബിയിലും ഉണ്ട്. അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഈ ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ എന്നൊരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ എക്സ് ഒന്നുകിൽ എയിൽ കാണും, അല്ലെങ്കിൽ എവിടെ കാണും? ബിയിൽ കാണുമെന്നാണ്. അല്ലെങ്കിൽ എയിലും ബിയിലും ഒരുമിച്ച് കാണുന്ന ഒരാളായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണ് എ യൂണിയൻ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യൂണിയന് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് യു. ഇങ്ങനൊരു ചിഹ്നമാണ് നമ്മൾ യൂണിയന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് യു അല്ല, ഇത് യുവിൻ്റെ ഷേപ്പിൽ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനൊരു ചിഹ്നമാണ് നമ്മൾ യൂണിയന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താണ് യൂണിയൻ ഡെഫിനിഷൻ നോക്കിയാലോ. എ എന്നും ബി എന്നും രണ്ട് സെറ്റ് ഉണ്ട്. The union of A and B is the set of all those elements which belong to either A or B or both. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. either A ഒന്നുകിൽ എയിൽ, or B അല്ലെങ്കിൽ ബിയിൽ, or both രണ്ടിലും ഉൾപ്പെടുന്നത്. അതാണ് എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻ്റ് ഓഫ് ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ എയിൽ കാണും, അല്ലെങ്കിൽ ബിയിൽ കാണും, അല്ലെങ്കിൽ രണ്ടിലും ഒരുമിച്ച് കാണും. അത്തരത്തിലുള്ള എലമെൻസുകൾ എവിടെ വരും? എ യൂണിയൻ ബിയിൽ വരും. ഇതാണ് പ്രധാനമായിട്ടും ഡെഫിനിഷൻ. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സിമ്പലാണിത്, യുവിൻ്റെ ഷേപ്പിലുള്ള ഒരു സിമ്പൽ.
എ യൂണിയൻ ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഇനി അവരെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. എ എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട് 2, 3. ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട് 3, 4, 5. 2, 3, 3, 4, 5. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എഴുതാം. എ യൂണിയൻ ബി എഴുതുമ്പോൾ ആദ്യത്തെ സെറ്റിലെ 2 എലമെൻറ്റ്സ് അതുപോലെ എഴുതി. പിന്നീട് രണ്ടാമത്തെ സെറ്റിലോട്ട് പോയി. അവിടെയുണ്ട് 3, ഇവിടെയുണ്ട് 3. 3 വീണ്ടും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 4, 5 ഉണ്ട്. ആ 4, 5 വീണ്ടും എടുത്തെഴുതി. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് 2, 3, 4, 5 എന്ന് പറയുന്ന ഈ ഒരു സെറ്റാണ്. ഇത്രയേ ഉള്ളൂ എ യൂണിയൻ ബി. ഇനി ഇതിനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. നിങ്ങൾ നോക്കിക്കേ, ഇതെങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് നോക്കിക്കേ, വരച്ചേക്കുന്നതെന്ന് നോക്കിക്കേ. അതാണ്ട് നമുക്കൊരു സർക്കിളുണ്ട്. ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിനെ നമ്മൾ എ ആയിട്ട് എടുത്തു. ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനെ എ ആയിട്ട് എടുത്തു. മറ്റൊരു സർക്കിൾ വരച്ചു. മറ്റൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനെ എന്തായിട്ട് എടുത്തു? ആ സർക്കിളിനെ ബി ആയിട്ട് എടുത്തു. ഒരു സർക്കിൾ എ ആയിട്ട് എടുത്തു. രണ്ടാമത്തെ സർക്കിൾ ബി ആയിട്ട് എടുത്തു. അവരെ രണ്ടുപേരെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു സർക്കിൾ എടുത്തു. ബി എന്ന് പറയുന്ന മറ്റൊരു സർക്കിൾ ഇതിനോട് ചേർത്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരച്ചു. ഇത്രയും പോർഷൻ രണ്ടിനും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന പോർഷനാണ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ പോർഷനും ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനും പോർഷനുണ്ട്. കാരണം ഇവിടെ എന്താണ് ഞാൻ വരച്ചേക്കുന്നത്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത്. ആ വാക്ക് ഓർത്ത് വെച്ചേക്കണേ, ഇൻ്റർസെക്റ്റ്. അതായത് രണ്ടിനും കോമൺ ആയിട്ടൊരു പോർഷനുണ്ട്. എന്താണ്? കോമൺ ആയിട്ടൊരു പോർഷനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വെൻ ഡയഗ്രം ഇങ്ങനെ വന്നത്. കോമൺ ആയിട്ടുള്ളൊരു പോർഷനുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ വെൻ ഡയഗ്രം ഇങ്ങനെ വന്നത്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. കാരണം ഇതിന് ഡിഫറൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ പോവാണ്. അങ്ങനെയെങ്കിൽ ഈ 2 സെറ്റുകളെയും കൂടെ അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റിനകത്തോട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ റെക്റ്റാങ്കിൾ വരച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് 2 സെറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. 2 സെറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം ഇതാണ്. ഇനി ഈ 2 സെറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതിക്കേ. 2 സെറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതിക്കേ. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കാം? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമുക്കതൊന്ന് വരച്ചാലോ. 2 സെറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതായത് കോമൺ ആയിട്ടൊരു പോർഷൻ ഇല്ല. അതിനർത്ഥം എന്താണ്? എ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ബി ഞാൻ ഇവിടെ വരയ്ക്കണം, എക്ക് അപ്പുറം വരയ്ക്കണം. രണ്ടും കോമൺ പോർഷൻ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് എ, ഇതാണ് ബി. രണ്ടും പ്രത്യേകം വരച്ചു. പ്രത്യേകം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിന് യൂണിവേഴ്സൽ സെറ്റ് കൊടുത്തു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ 2 സെറ്റിനെയും കവർ ചെയ്യുന്ന സെറ്റാണ്. ഇതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 2 സെറ്റുകൾ എ ആൻഡ് ബി ഡു നോട്ട് ഇൻ്റർസെക്റ്റ് എന്ന് കണ്ടാൽ ഇത് രണ്ടും പ്രത്യേകം സെറ്റുകളാക്കണം, ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്ന ആരായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും. എ മൊത്തത്തിൽ, ബി മൊത്തത്തിൽ. എയിലെ എല്ലാ എലമെൻസും ഉണ്ട്, ബിയിലെ എല്ലാ എലമെൻസും ഉണ്ട്. ഇതാണ് എന്തിനെ കാണിക്കുന്നത്? എ യൂണിയൻ ബിയെ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. എ യൂണിയൻ ബി ആണ് ഇതെന്ന് കാണിച്ചിരിക്കുന്നത്. എന്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലുള്ള എ യൂണിയൻ ബി, ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇനി നമ്മൾ അടുത്തൊരു ഓപ്പറേഷൻ പഠിക്കും. ആ ഓപ്പറേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമായി മനസ്സിലാവും, ഒന്നുകൂടെ മനസ്സിലാവും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ നോക്കിയതൊന്ന് നോക്കിയാലോ. യൂണിയൻ ഓഫ് സെറ്റ്സ്, സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത്, ഇവിടെ 2 സെറ്റാണ് എടുത്തത്. നമുക്ക് എത്ര സെറ്റുകളുടെ യൂണിയൻ വേണമെങ്കിലും കാണാം. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് എയിൽ കാണും, അല്ലെങ്കിൽ ബിയിൽ കാണും, അല്ലെങ്കിൽ രണ്ടിൽ ഒരുമിച്ച് കാണും. ഇവിടെ 2, 3 എലമെൻ്റാണ് എയിലുള്ളത്, 3, 4, 5 എലമെൻറ്റ് ബിയിലുണ്ട്. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് 2, 3, 4, 5 എന്നീ എലമെൻറ്റുകൾ ഉൾക്കൊള്ളുന്ന സെറ്റാണ് എ യൂണിയൻ ബി. കൃത്യമായിട്ട് അതിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള കേസ് പറഞ്ഞു. എയും ബി ഇൻ്റർസെക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നുള്ള രണ്ടാമത്തെ കേസും പറഞ്ഞു. ഇത്രയും മനസ്സിലായോ?
അങ്ങനെയെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലോട്ട് പോവാം. എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് എ സെറ്റ്. അപ്പം കുറച്ച് സെറ്റുകളുടെ പെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയറുകളുടെ എന്ത് കാണണം? യൂണിയൻ കാണണം. അപ്പോൾ ആദ്യമായിട്ട് തന്നിരിക്കുന്ന സെറ്റ് നോക്കുക. എ എന്ന് പറയുന്ന സെറ്റ് വൗവൽസിൻ്റെ സെറ്റാണ്. AEIOU നമ്മൾ പലയിടത്തും കണ്ടതാണ് ഈ സെറ്റ്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ACD എന്ന് പറയുന്നൊരു സെറ്റ്. ഇവരുടെ രണ്ടുപേരുടെ യൂണിയൻ എടുക്കണം. ഇവരുടെ രണ്ടുപേരുടെ യൂണിയൻ എടുക്കാൻ പോവാണ്. അത് ആദ്യത്തെ ചോദ്യമാണ് A യൂണിയൻ B. ഞാൻ ആദ്യം എന്ത് ചെയ്യണമെന്ന് നോക്കിക്കേ. ആദ്യം എയിലെ സെറ്റിലെ എല്ലാവരെയും അതുപോലെ എടുത്തെഴുതുക. AEIOU. രണ്ടാമത് ബിയിലെ സെറ്റിലേക്ക് നോക്കണം. അപ്പം ബിയിലെ സെറ്റിൽ എയിലെ സെറ്റും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? A ഉണ്ടല്ലേ, ഏതാ കിടക്കുന്നത്? വീണ്ടും A എടുത്ത് എഴുതണോ? വേണ്ട. പിന്നെ ആരൊക്കെയുണ്ട്? സിയും ഡിയും ഉണ്ട്. സിയും ഡി ലാസ്റ്റിൽ എഴുതുക. അങ്ങനെയെങ്കിൽ ഇതാണ് A യൂണിയൻ B. എഴുതിയത് മനസ്സിലായോ? A എന്ന സെറ്റ് പ്രത്യേകം ആദ്യം എടുത്ത് എഴുതി, കോമ ഇട്ട് വേർതിരിച്ച് ഓരോ എലമെൻസും എഴുതി. ബി എന്ന സെറ്റിലോട്ട് രണ്ടാമത് പോയി. അവിടെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് ആ എലമെൻറ്റ് വീണ്ടും എടുത്ത് എഴുതണ്ട എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നീടുള്ള എലമെൻറ്റുകൾ കോമ ഇട്ട് അതുപോലെ എഴുതി, ബ്രാക്കറ്റ് കൊടുത്തു, A യൂണിയൻ B എഴുതി. ഇങ്ങനെയാണ് നമ്മൾ A യൂണിയൻ B കണ്ടുപിടിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ നോക്കിയാലോ. A എന്ന് പറയുന്നത് 1, 3, 5 എന്നീ എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. B എന്ന് പറയുന്നത് 2, 4, 6 എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. ഇതിൽ A യൂണിയൻ B എഴുതാൻ വേണ്ടി ഞാൻ A എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സുകൾ അതേപോലെ എഴുതി, 1, 3, 5. ബിയിലോട്ട് പോകുമ്പം ബിയിലും എയിലും കോമൺ ആയിട്ട് ആരുമില്ല. കാരണം 1, 3, 5 ഓഡ് നമ്പേഴ്സും 2, 4, 6 ഈവൻ നമ്പേഴ്സും. ഇവർ കോമൺ ആയിട്ട് ആരുമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ 2, 4, 6 പിന്നെ കോമ ഇട്ട് വേർതിരിച്ച് ഇങ്ങനെ എഴുതി. അങ്ങനെയെങ്കിൽ A യൂണിയൻ B എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മളൊരു ഭംഗിക്ക് ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? 1, 3, 5 ഇവിടെ ഉണ്ട്, 2, 4, 6 ഇവിടെ ഉണ്ട്. അതായത് 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് A യൂണിയൻ Bക്കകത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന നോക്കിക്കേ. അടുത്ത ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലല്ല, സെറ്റ് ബിൽഡർ ഫോമിലാണ്. സെറ്റ് ബിൽഡർ ഫോമിലാണ് ഈ ചോദ്യം തന്നിരിക്കുന്നത്. A എന്ന് പറയുന്നത് X ഈസ് എ നാച്ചുറൽ നമ്പർ 1 ലെസ് ദാൻ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ A എന്ന് പറയുന്ന സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ആ നാച്ചുറൽ നമ്പേഴ്സ് എവിടെ മുതൽ എവിടം വരെ ഉണ്ട്? ഈ 1 ലെസ് ദാൻ X, അതായത് 1നേക്കാളും മുകളിൽ, X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ആര് വരെ? 5 വരെ. ഞാൻ ഇൻഇക്വാളിറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു 1 ലെസ് ദാൻ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് ഉദ്ദേശിക്കുന്നത് 1 എന്ന് പറയുന്നത് അവിടെ ഇല്ല. കാരണം ഇവിടെ അടി വരെയുണ്ടോ? ഈക്വലിൻ്റെ ചിഹ്നമില്ല. ഇത് അടി വരെയുണ്ട്, ഈക്വലിൻ്റെ ചിഹ്നമുണ്ട്. അതായത് 5 എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആരൊക്കെ വരും? 1 കഴിഞ്ഞിട്ട് 2 വരും, 3 വരും, 4, 5. ഇങ്ങനെയാണ് A എന്ന് പറയുന്ന സെറ്റ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ റോസ്റ്റർ ഫോമിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതേ കണക്ക് നമുക്ക് B എഴുതാം. B എന്താണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. X such that X is a natural number 5 greater than X less than or equal to 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5നേക്കാൾ മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1, 6, 7, 8, 9, 10 ഉണ്ടോ? 10 ഉണ്ട്. കാരണം ഈ സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഉണ്ട്. അങ്ങനെയെങ്കിൽ എയുടെയും ബിയുടെയും റോസ്റ്റർ ഫോം നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ യൂണിയൻ കണ്ടുപിടിക്കണം. യൂണിയൻ കണ്ടുപിടിക്കുന്നത് A യൂണിയൻ B എന്ന് പറയുന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റിനകത്ത് ആര് വരും? ആദ്യം എയിലെ എലമെൻറ്റ്സ് എല്ലാം എടുത്തെഴുതണം. 2, 3, 4, 5. പിന്നീട് ബിയിലെ എലമെൻറ്റ്സ് 6, 7, 8, 9, 10. സോ നമുക്കിവിടെ A യൂണിയൻ B എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ കിട്ടി. ഇതിനെ എനിക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? X such that X is a natural number അല്ലേ? X element of natural number. പിന്നീട് എന്തെഴുതാം? ഇവിടെ 1ന് ശേഷം 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറാണ് തന്നിരിക്കുന്നത്. 1 ഇല്ല. 1 greater than X അല്ല, 1 less than X less than or equal to 10 എന്ന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്.
സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ റോസ്റ്റർ ഫോമും എഴുതി സെറ്റ് ബിൽഡർ ഫോമും എഴുതി. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിയൻ എന്ന് പറയുന്ന നമ്മുടെ സെറ്റിൻ്റെ ഓപ്പറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലായോ? ഓക്കെ, യൂണിയൻ എന്ന സെറ്റ് ഓപ്പറേഷനിലെ അടുത്തൊരു ചോദ്യം നോക്കാം. ഈ ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോഴും നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു ലെവലിന് ഒരു എബോ ആവറേജ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പം ഇതൊന്നും വളരെ വലിയ കാര്യമല്ലെന്ന് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. സപ്പോസ് A1, A2, A3, etc. A30 are 30 sets, each having 5 elements. B1, B2, etc. Bn are n sets, each with 3 elements. Let union of Ai's I is equal to 1 to 30 is equal to union of Bj's J is equal to ഇത് J ആണ്, J is equal to I to n is equal to S, and each element of S belongs to exactly 10 of the Ai's and exactly 9 of the Bj's. Find n. ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ A1, A2, A3, etc. A30 എന്ന് 30 സെറ്റുകൾ തന്നിട്ടുണ്ട്. എത്ര എണ്ണം സെറ്റുകളാണ്? 30 സെറ്റുകളാണ് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ സെറ്റുകളെയും നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ടൈപ്പ് A ടൈപ്പ് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ A1, A2, A3 അങ്ങനെ കൊടുക്കാം. അത് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അങ്ങനെ 30 സെറ്റുകളാണ് നമുക്കുള്ളത്. ഓരോ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. 30 A ടൈപ്പ് സെറ്റുകളുണ്ട്. അതിനകത്ത് ഓരോ സെറ്റിലും 5 എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ അടുത്തതിനകത്ത് പറയുന്നു there are n സെറ്റുകൾ B1, B2, etc. Bn. അതായത് B ടൈപ്പ് എന്ന് പറയുന്ന എത്ര സെറ്റ് ഉണ്ട്? എണ്ണം കൊടുത്തിട്ടില്ല കൃത്യമായിട്ട്, n എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ B ടൈപ്പ് സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇത്ര ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്നതാണ് ഇതിൻ്റെ റിലേഷൻ തന്നിരിക്കുന്നത്. എന്താണ് തന്നിട്ടുള്ളത്? യൂണിയൻ ഓഫ് A ടൈപ്പ് സെറ്റുകളുടെ യൂണിയൻ, അതായത് 30 A ടൈപ്പ് സെറ്റുകളുടെ യൂണിയനെയാണ് യൂണിയൻ Ai's I is equal to 1 to 30 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഇത് എന്തിന് ഈക്വലാണ്? B ടൈപ്പ് സെറ്റുകളുടെ യൂണിയൻ, അതായത് 1 മുതൽ n വരെയുള്ള B ടൈപ്പ് സെറ്റുകളുടെ യൂണിയനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഈസ് ഈക്വൽ ടു S എന്ന് പറയുന്ന സെറ്റാണെന്ന് എടുത്തിരിക്കുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് ടു, എസ്സിലെ ഓരോ എലമെൻറ്റും എക്സാക്ട്ലി 10 ഓഫ് ദ AI സെറ്റ് ആൻഡ് എക്സാക്ട്ലി 9 ഓഫ് ദ BJ സെറ്റ്. ഇതെന്താണ് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അതേപടി നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണിത് ഓരോ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒക്കറൻസസ് ഇൻ ഓൾ AI സെറ്റ്, എല്ലാ AI സെറ്റുകളും, അതായത് എല്ലാ AI സെറ്റുകളെന്ന് പറയുമ്പം AI സെറ്റുകൾ മൊത്തത്തിലെടുക്കുന്നു. ആ മൊത്തത്തിലുള്ള AI സെറ്റുകളിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നോക്കുന്നത്. നമുക്ക് എലമെൻറ്റ്സ് ഒന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ. എലമെൻറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന കണ്ടീഷനിൽ എടുക്കുമ്പോൾ 30 സെറ്റ് ഉണ്ട്, ഒരു സെറ്റിനകത്ത് 5 എലമെൻ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത്, എലമെൻ്റ് ഒക്കറൻസ് എന്ന് പറയുന്നത് എന്താണ്? 30 × 5 150 എലമെൻറ്റ്സ് ആണ്. ഇത് ഓക്കെയാണ്. 30 സെറ്റ് ഉണ്ട്, 30 A ടൈപ്പ് സെറ്റ് ഉണ്ട്, 5 എലമെൻറ്റ്സ് ആണ് ഓരോ സെറ്റിനകത്തുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് ഒക്കറൻസ് ഇൻ AI സെറ്റുകളിനകത്തുള്ളത് 30 × 5 150 ആണ്. ഇതുപോലെ ഇനി നമുക്കിനി അടുത്ത കാര്യം പറയാം. ഈച്ച് എലമെൻറ്റ് ഓഫ് S അപ്പിയേഴ്സ് ഇൻ ദ 10 ഓഫ് ദ AI. ഈച്ച് എലമെൻറ്റ് ഓഫ് S അപ്പിയേഴ്സ് ഇൻ 10 ഓഫ് ദ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ AI 150 എലമെൻറ്റ്സ് ഉണ്ട്. മൊത്തത്തിൽ 150 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 150 എലമെൻറ്റ്സിനെ 10 സെറ്റുകളാക്കിയാൽ ഒരു സെറ്റിനകത്ത് എത്ര എലമെൻറ്റ് വരും എന്നതാണ് എസ്സിലെ എലമെൻറ്റുകളുടെ എണ്ണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 10 ഓഫ് ദ AI സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെ ഇതുപോലെ 10 സെറ്റുകളാക്കിയാൽ ഒരു സെറ്റിനകത്ത് കൃത്യം എത്ര എലമെൻറ്റ്സ് വരും എന്നാണ് നമ്മുടെ എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എസ് എന്ന് പറയുന്നത് എക്സ് എന്നെടുക്കാം.
എന്താണെന്ന് എടുത്തു? എക്സ് എന്നെടുത്തു. നമുക്കത് അറിയത്തില്ല, എക്സ് എന്നെടുത്തു. ഈച്ച് അപ്പിയേഴ്സ് ഇൻ ദ 10 സെറ്റ്സ് എയുടെ 10 സെറ്റുകളിൽ അപ്പിയർ ചെയ്യുന്നു. എയുടെ 10 സെറ്റുകളിൽ അപ്പിയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 150 എലമെൻറ്റ്സ് ആണ് എയിലുള്ളത്. 10 സെറ്റുകളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നോക്കുക. 10 സെറ്റുകളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് എക്സ് വെച്ച് നോക്കുന്നത്. ആ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നു? 150/10 ആണ്. 150/10 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 15 എന്ന് കിട്ടിയത്. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും, സോ ദ സെറ്റ് ഓഫ് എസ് ഹാസ് 15 എലമെൻറ്റ്സ്. എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 15 എലമെൻറ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെയാണ്. അപ്പോൾ എസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 150 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് ആ 150 എലമെൻറ്റ്സിനെ 10 സെറ്റ് ആക്കുമ്പോൾ ഒരു സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കി. അതാണ് എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, 15 എലമെൻറ്റ്സ് എന്ന് കിട്ടി. എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 15 എലമെൻറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ ആണ്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പാർട്ട് അറിയാം. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് ഒക്കറൻസ് ഇൻ ദ BJ സെറ്റ്. BJ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈച്ച് ഓഫ് ദ 15 എലമെന്റ്സ് ഇൻ ദ S അപ്പിയേഴ്സ് 9 ഓഫ് ദ BJ സെറ്റ്. അതായത് BJ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനെ 9 സെറ്റുകളാക്കിയാൽ ഒരു സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് എസ് എന്ന സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. അപ്പോൾ കൃത്യമായിട്ട് എസ് എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എത്ര എലമെൻറ്റ്സാണ്? 15 എലമെൻറ്റ്സ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 9 സെറ്റുകളാക്കാനാണ്. BJ സെറ്റുകളെ, അതായത് ബി ടൈപ്പിനെ 9 സെറ്റുകളാക്കാനാണ്. 9 സെറ്റുകളാക്കി. ഒരു സെറ്റിൽ 15 എലമെൻറ്റ്സ്. അങ്ങനെ 9 സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉള്ളതാണ് ബി ടൈപ്പ് സെറ്റുകളുടെ മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒക്കറൻസ് എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഈച്ച് ഓഫ് ദ 15 എലമെൻറ്റ്സ് ഇൻ എസ് അപ്പിയേഴ്സ് ഇൻ 9 ഓഫ് ദ BJ സെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 9 BJ സെറ്റുകളുണ്ട്. ബി ടൈപ്പ് 9 സെറ്റുകളുണ്ട്. ആ 9 സെറ്റുകളിനകത്ത് ഒരു സെറ്റിനകത്ത് 15 എലമെൻറ്റ്സ്. ഈ 15 എവിടെ നിന്ന് കിട്ടി? എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ആ ഒരു സെറ്റിനകത്ത് 15 എലമെൻറ്റ്സ് വീതം എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ BJ അല്ലെങ്കിൽ ബി ടൈപ്പിനകത്ത് എത്ര എലമെൻറ്റ്സ് വരും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുന്നതിന് ഒരു സെറ്റിൽ 15, മൊത്തം 9 സെറ്റ്, 15 × 9 135 എന്ന് കിട്ടി. 135 എന്ന് ലഭിച്ചു. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും BJ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കൊടുത്തിരുന്നത് ചോദ്യത്തിൽ? 3 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കൊടുത്തിരുന്നത്. ശരിയല്ലേ? നോക്കിയേ, ഗിവണിനകത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്? ഈച്ച് ഹാസ് 3 എലമെൻറ്റ്സ്. അതായത് ഒരു ബി ടൈപ്പ് സെറ്റിനകത്ത് 3 എലമെൻ്റ് ഉണ്ട്. അങ്ങനെ n സെറ്റുകളുണ്ട്. ഒരെണ്ണത്തിൽ 3 എലമെൻറ്റ്സ്, അങ്ങനെ n സെറ്റുകൾ. അതായത് 3 × n അതല്ലേ? അതായത് n × 3, n മൾട്ടിപ്ലൈഡ് ബൈ 3 ആണ് 3 × n. 3 × n എന്നത് എത്ര വരും? അതായത് മൊത്തത്തിൽ ബി ടൈപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്? 135 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. 135 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്ത് വരും? n എന്ന് പറയുന്നത് n = 135/3 എന്ന് വരും. ആൻസർ = 45 എന്ന് വരും. ആൻസർ = 45 എന്ന് വരും. അതായത് n = 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയി. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കേ. S is the set of points inside the square. S എന്നത് കാണിക്കുന്നത് ഒരു സ്ക്വയറിനകത്തെ പോയിന്റ്സ് ആണ്. T എന്താണ്? T is equal to set of points inside the triangle and C is the set of points inside the circle. If the triangle and the circle intersect each other and are contained in a square, then prove that S union T union C is equal to S by Venn diagram. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇത് വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. നമുക്ക് സർക്കിളിൻ്റെ സി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റുകളാണ് സി. സർക്കിളിലെ എത്ര പോയിന്റുകളുണ്ടോ അതാണ് സി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ സർക്കിൾ ഉപയോഗിച്ച് വരച്ചു. ഇനി എന്താണ് ടി? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സെറ്റാണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇൻ്റർസെക്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ ഒരാൾ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണം. നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞായിരുന്നു, വെൻ ഡയഗ്രം പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു. ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരാളെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കേണ്ടതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ട്രയാങ്കിളിനെ സർക്കിളുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരച്ചു. നിലവിൽ നമുക്ക് ടി എന്ന് പറയുന്ന സെറ്റ് ട്രയാങ്കിളിൻ്റെ പോയിൻറ്റ്സുകളുടെ സെറ്റ്, സി എന്ന് പറയുന്ന സെറ്റ് സർക്കിളിലെ പോയിൻറ്റ്സുകളുടെ സെറ്റുണ്ട്. ഇവരെ രണ്ടുപേരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് കണ്ടെയ്ൻഡ് ഇൻ എ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻസൈഡ് ദ സ്ക്വയർ എസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇവരുടെ യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് ഏത് ഡയഗ്രം ഉപയോഗിച്ചാണ് കാണിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കുന്ന റെക്റ്റാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റും വരച്ചു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ടി യൂണിയൻ സി എന്ന് പറയുന്നത് ഈ പാർട്ട്. നോക്കിയാൽ ഈ പാർട്ട്, ഈ ഷെയ്ഡഡ് റീജിയനകത്ത് ടിയും ഉണ്ട് സിയും ഉണ്ട്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദീസ് പോയിൻറ്റ്സ്, അതായത് ട്രയാങ്കിളും സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇത് എന്തിൽ കണ്ടെയ്ൻ ചെയ്യുന്നു? സ്ക്വയറിൽ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് വരച്ചപ്പോൾ നമ്മൾ ട്രയാങ്കിളും സർക്കിളും എന്തിനകത്ത് വരച്ചു? ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ടുള്ള സ്ക്വയറിൻ്റെ പോയിൻറ്റ്സിൻ്റെ സെറ്റിനകത്ത് വരച്ചു. അപ്പം അതേ യൂണിയൻ എന്തെന്നെടുക്കാം? എസ് എന്നെടുക്കാം. ടി യൂണിയൻ സി യൂണിയൻ എസ്. അതായത് 3 സെറ്റുകളുടെ യൂണിയൻ ഏതിനകത്താണ് വരുന്നത്? മൊത്തത്തിൽ വെൻ ഡയഗ്രം വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? എസ്സിനകത്താണ് വരുന്നത്. പ്രൂവ് ചെയ്തില്ലേ? എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ചോദ്യം വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് 4 സെറ്റുകൾ തന്നിട്ടുണ്ട്, എ ബി സി ഡി. ഈ 4 സെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള യൂണിയൻ ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം എ യൂണിയൻ ബി കണ്ടു, പിന്നെ യൂണിയൻ സി കണ്ടു. എ യൂണിയൻ ബി കണ്ടു, പിന്നെ യൂണിയൻ സി കണ്ടു. ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം എനിക്ക് എന്ത് കാണണം? എ യൂണിയൻ ബി കാണണം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് അതുപോലെ എടുത്തെഴുതി 1 2 3 4 1 2 3 4. ബി എന്ന് പറയുന്ന സെറ്റും അതുപോലെ എടുത്തെഴുതി 3 4 5 6. 3ഉം 4 ഞാൻ വീണ്ടും എഴുതണോ? വേണ്ട, ഇവിടെ കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഇനി എന്താണ് എഴുതേണ്ടത്? 5ഉം 6ഉം എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി കാണണം. അതായത് ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുപിടിച്ച സെറ്റിനെ എന്തുമായിട്ട് യൂണിയൻ കാണണം? സിയുമായിട്ട് യൂണിയൻ കാണണം. അപ്പോൾ ആ സെറ്റ് തന്നെ ഒന്നുകൂടെ എഴുതി 1 2 3 4 5 6. ഇത്ര എലമെൻറ്റ്സ് ഇവിടെ എഴുതി. ഇനി നേരെ സിയിലോട്ട് പോയി 5 6 ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ 7 8 ഉണ്ട്. അപ്പോൾ യൂണിയൻ എടുക്കുമ്പം 7 8 എഴുതി, ബ്രാക്കറ്റ് എഴുതി, ക്ലോസ് ചെയ്തു. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് തന്നെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? എ യൂണിയൻ ബി യൂണിയൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി ബി യൂണിയൻ സി യൂണിയൻ ഡി കണ്ടു കഴിഞ്ഞാലോ സെയിം ആയിട്ട് നമുക്ക് കണ്ടുപോക്കാം. ആദ്യം ബി യൂണിയൻ സി കാണുന്നു. ബി യൂണിയൻ സി കാണുമ്പോൾ നോക്കിക്കേ, ബി സി. ബിയിൽ എലമെൻറ്റ്സ് ആണ് 3 4 5 6. സിയിൽ എലമെൻറ്റ്സ് ആണ് 5 6 7 8. 5 6 ഓൾറെഡി അവിടെ ഉണ്ട്, വീണ്ടും എഴുതണ്ട. 7 8 വരും. ബി യൂണിയൻ സി കണ്ട സ്ഥിതിക്ക് ബി യൂണിയൻ സി യൂണിയൻ ഡി കാണാം, എങ്കിലേ നമ്മുടെ ഉത്തരവാദിത്തോളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബി യൂണിയൻ സിയെ അതുപോലെ എടുത്തെഴുതി 3 4 5 6 7 8 എഴുതിയല്ലോ, കണ്ടല്ലോ. ഇനി ഡി എന്ന് പറയുന്ന സെറ്റ് നോക്കുക. ഡിയിൽ 7 8 9 10 ഉണ്ട്. 7 8 ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ 9ഉം 10ഉം കൂടെ എഴുതിയാൽ മതി. സെറ്റ് ക്ലോസ് ചെയ്തു. ഇതാണ് ബി യൂണിയൻ സി യൂണിയൻ ഡി. ഇത് തന്നെയാണ് ബി യൂണിയൻ സി യൂണിയൻ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ഇട്ടത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ആദ്യം ബി യൂണിയൻ സി കാണുക, എന്നിട്ട് അതിനെ ഡിയുടെ യൂണിയനായിട്ട് ഡി എന്ന സെറ്റിൻ്റെ യൂണിയൻ എടുക്കുക അതുമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റിയ എക്സാമ്പിൾസ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് യൂണിയൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം.
ഓക്കെ, ലോസ് ഓഫ് യൂണിയൻസ് ഓഫ് സെറ്റ്. ചില പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ലോസ് ആണ്. അപ്പോൾ ഈ ലോസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലാദ്യം പറയുന്നതാണ് ഐഡൻറ്റിറ്റി ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ യൂണിയൻ ഫൈ എന്നത് എ ആണ്. നമുക്കറിയാം ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെറ്റാണ്? നൾ സെറ്റാണ്, എം ടി സെറ്റാണ്, വോയിഡ് സെറ്റാണ്. അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടോ? നോ എലമെൻറ്റ്സ് ഒന്നും ഇല്ല അല്ലേ? അതിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റും എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് എ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ എന്ത് സംഭവിക്കും? എ എന്ന സെറ്റ് തന്നെയല്ലേ കിട്ടുന്നത്? അതാണ് ഐഡൻറ്റിറ്റി ലോ പറയുന്നത്. എ യൂണിയൻ 5 ഈസ് ഈക്വൽ ടു എ എന്നാണ് ഐഡൻറ്റിറ്റി ലോ പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതായിട്ട് യൂണിവേഴ്സൽ ലോ പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. നമുക്കറിയാം എ ബി സി അങ്ങനെ കുറേ സെറ്റ് എഴുതുന്നു. ഈ സെറ്റെല്ലാം എന്തിൻ്റെ സബ്സെറ്റായിട്ടാണ് എടുക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റായിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റുകളുടെ എല്ലാം എന്താണ്? സൂപ്പർ സെറ്റാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനകത്ത് എല്ലാ എലമെൻസും വരും, എ എന്ന സെറ്റിലെ എലമെൻസും വരും. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് എവിടെയാണുള്ളത്? യുവിലാണുള്ളത്. എ എന്തിനകത്ത് ഉൾപ്പെടുന്നു? യുവിനകത്ത് ഉൾപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സൽ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കേ, ഐഡം പൊട്ടൻ്റ് ലോ. അതായത് എ എന്ന സെറ്റ് യൂണിയൻ എ എന്ന സെറ്റ് അതെന്ത് തന്നെ ആയിരിക്കും? എ എന്ന സെറ്റ് തന്നെ ആയിരിക്കും. എ എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് എവിടെയും കാണും? എയുടെ അതേ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റിൽ തന്നെ കാണും, അല്ലെങ്കിൽ എ എന്ന സെറ്റിൽ തന്നെ കാണും. അപ്പോൾ അവരുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ഇതാണ് എന്ത് ലോ എന്ന് പറയുന്നത്? ഐഡം പൊട്ടൻ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ ഇസ് ദ ഐഡം പൊട്ടൻ്റ് ലോ. അടുത്ത എന്ത് ലോ ആണ്? അടുത്തയാണ് ദ ഫേമസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നമ്മൾ പലയിടത്തും ഉപയോഗിക്കേണ്ടതാണ്, പല പ്രൂഫിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ എന്ന് പറയുന്ന ലോ ആണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മൾ പ്ലസ്സിലും അതുപോലെ അഡീഷൻ ഓപ്പറേഷനിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് 2+3 തന്നെയാണ് 3+2. അതുപോലെ 2×3 തന്നെയാണ് 3×2. ഇതെല്ലാം എന്ത് ലോയ്ക്കകത്ത് വരും? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. അതായത് ഇതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എ യൂണിയൻ ബി തന്നെയാണ് ബി യൂണിയൻ എ എടുത്താലും നമുക്ക് കിട്ടുന്നത്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ വെച്ചിട്ടാണ് നേരത്തെ നമ്മൾ ഈ ചോദ്യം ചെയ്തത്. നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എ യൂണിയൻ ബി കണ്ടിട്ട് യൂണിയൻ സി കണ്ടു. എനിക്ക് എ യൂണിയൻ ബി കാണണമെന്നില്ലായിരുന്നു. എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ബി യൂണിയൻ സി കണ്ടു. പിന്നെ അതിനെ എന്തുമായിട്ട് യൂണിയൻ എടുത്തു? എയുടെ യൂണിയനായിട്ട് എടുത്തു. ഇത് തന്നെയാണ് എ യൂണിയൻ ബി കണ്ടിട്ട് പിന്നീട് സി ആയിട്ടുള്ള യൂണിയൻ എടുക്കുന്നത്. ഇതാണ് എന്ത് ലോ പറയുന്നത്? അസോസിയേറ്റീവ് ലോ പറയുന്നത്. അതായത് എ യൂണിയൻ ബി ഫസ്റ്റ് കാണുന്നു, അതിനെ സി ആയിട്ടുള്ള യൂണിയൻ കാണുന്നു. ബി യൂണിയൻ സി ഫസ്റ്റ് കാണുന്നു, അതിനെ എ ആയിട്ടുള്ള യൂണിയൻ കാണുന്നു. ഇത് രണ്ടും ഈക്വലാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പുതിയൊരു ലോ ഇട്ട് വിളിക്കുന്നത്. പുതിയൊരു ലോ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ. സോ നമ്മൾ അവസാനമായിട്ട് ഈ ടോപ്പിക്കിനകത്ത് കവർ ചെയ്തത് പ്രധാനമായിട്ടുള്ള 5 ലോസാണ്. ഒന്നാമതായിട്ട് ഐഡൻറ്റിറ്റി ലോ പറയുന്നത് എ യൂണിയൻ 5 ഈസ് ഈക്വൽ ടു എ. രണ്ടാമതായിട്ട് യൂണിവേഴ്സൽ ലോ, യൂണിയൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ സെറ്റ് ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് ഐഡം പൊട്ടൻ്റ് ലോ എന്ന് പറയുന്നു എ സെറ്റ് യൂണിയൻ ദാറ്റ് സെറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ സെറ്റ്. എ സെറ്റ് യൂണിയൻ ദാറ്റ് സെറ്റ്
ദാറ്റ് സെറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ ഐഡംപൊട്ടൻറ്റ് ലോ. ഇനി അടുത്ത കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ് പറയുന്നത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ എന്നാണ്. കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും, യൂണിയനെ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. അസോസിയേറ്റീവ് ലോ എന്താണ് പറയുന്നത്? എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ള ടോപ്പിക്കുകൾ. നമുക്ക് ആദ്യം എന്താണ് പഠിച്ചതെന്ന് നോക്കാം. വെൻ ഡയഗ്രമാണ് പഠിച്ചത്. വെൻ ഡയഗ്രം എന്ന് പറയുന്നത് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെൻ ഡയഗ്രത്തിലാണ്. ജോൺ വെൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലൊജീഷ്യൻ്റെ പേരിന് ശേഷമാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് വിളിച്ചു തുടങ്ങുന്നത്. അതിനകത്ത് റെക്റ്റാങ്കിൾസും ക്ലോസ്ഡ് കർവുകളുമാണുള്ളത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ജോമെട്രി ഫിഗറുകളാണുള്ളത്. റെക്റ്റാങ്കുലർ റീജിയൻ കാണിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. ക്ലോസ്ഡ് കർവുകൾ, ക്ലോസ്ഡ് ഫിഗറുകൾ അല്ലെങ്കിൽ സർക്കിളുകൾ ഇതെല്ലാം കാണിക്കുന്നത് സബ്സെറ്റുകളെയാണ്, അതിനകത്ത് വരുന്ന സബ്സെറ്റുകളെയാണ്. ആ സബ്സെറ്റിനകത്ത് എലമെൻസിനെ എന്തുകൊണ്ട് കാണിക്കും? ഡോട്ട് അല്ലെങ്കിൽ പോയിന്റുകൾ ഉപയോഗിച്ച് കാണിക്കും. പിന്നീട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കണ്ടു. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും തുടങ്ങിയത് എന്താണ്? ഓപ്പറേഷൻ ഓഫ് സെറ്റ്സിലേക്കാണ്. പുതിയ ടോപ്പിക്കാണ് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. ആ ഓപ്പറേഷൻ ഓഫ് സെറ്റ്സിലെ ഫസ്റ്റ് യൂണിയനാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എക്സ് എന്നൊരു എലമെൻറ്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എയിൽ കാണും, അല്ലെങ്കിൽ എക്സ് ബിയിൽ കാണും, അല്ലെങ്കിൽ എയിലും ബിയിലും ഒരുമിച്ച് കാണും. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയും. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എയും ബി ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വരും. അങ്ങനെ വരുമ്പോഴുള്ള വെൻ ഡയഗ്രം ഒരു കേസായിട്ട് പഠിച്ചു. പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തപ്പോൾ ഉള്ള വെൻ ഡയഗ്രം, സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാലുള്ള വെൻ ഡയഗ്രം മറ്റൊരു കേസായിട്ട് പഠിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കണ്ടു. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പ്രോബ്ലമാണ്. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന അവസാനത്തെ ലൈൻ പലർക്കും മനസ്സിലാവില്ല. ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 10 ഓഫ് ദ എസ് ആൻഡ് എക്സാക്ട്ലി 9 ഓഫ് ദ ബീജസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ മുൻകൂട്ടി എഴുതി പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മളത് വെൻ ഡയഗ്രം വെച്ചിട്ട് യൂണിയൻ പ്രൂവ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് യൂണിയനെ പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ അസോസിയേറ്റീവ് ലോ വെച്ചിട്ട് ചെയ്തൊരു പ്രോബ്ലമാണ്. ആ ലോ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്തിട്ട് പിന്നീട് പ്രധാനമായിട്ട് യൂണിയൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ലോസിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ കടന്നിട്ട് അതിനകത്ത് 5 ലോസ് പറഞ്ഞു. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ യൂണിയൻ ഓഫ് സെറ്റും കംപ്ലീറ്റ് ആയി. വെൻ ഡയഗ്രം യൂണിയൻ ഓഫ് സെറ്റും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങാനുള്ളത് സെറ്റുകളുടെ ഇൻ്റർസെക്ഷനാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഏതെങ്കിലും ഭാഗത്ത് വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.